ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ഇപ്പോൾ ടാക്സിൽ നമ്മൾ GST പഠിച്ചപ്പോൾ ആദ്യമേ പഠിച്ചിരുന്ന എന്താണ്, ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് സപ്ലൈ. സോ ദ സ്കോപ്പ് ഓഫ് സപ്ലൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് GST. The first scope is the supply may be goods or services, that is supply is taxed. The GST is taxed either on goods or on service or on both. Here the good means every kind of movable property other than money or security. മണി ഓർ സെക്യൂരിറ്റി എന്നുള്ള രണ്ട് ഫാക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ദ സർവീസസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലാണുള്ളത്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി, ആൻഡ് ദ സർവീസസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റി. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്കോപ്പ് ഓഫ് സപ്ലൈ. ദ സപ്ലൈ മേ ബി ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ്. സ്കോപ്പ് മീൻസ്, സ്കോപ്പ് എന്താണ്, ദ ഏരിയ, എവിടെയാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. Okay, the second scope is the supply may be present or future even agreed to be made. ദ പ്രസൻറ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഒരു ഇവൻ്റ് നടന്നിരിക്കണം അല്ലെങ്കിൽ നടക്കണം എന്ന് നമ്മൾ എഗ്രി ചെയ്തേക്കുന്ന ഒരു കാര്യത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദർ മസ്റ്റ് ബി എ കൺസിഡറേഷൻ. കൺസിഡറേഷൻ മീൻസ് ദർ മസ്റ്റ് ബി എ പേയ്മെൻറ്റ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, പൈസയ്ക്കാകാം അല്ലെങ്കിൽ വേറൊരു വസ്തുവിന്, മെയിൻലി നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കണം സപ്ലൈ നടത്തേണ്ടത്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സപ്ലൈ മസ്റ്റ് ബി മെയ്ഡ് ബൈ എ പേഴ്സൺ ആകാം, നാച്ചുറൽ പേഴ്സൺ, ദാറ്റ് ഈസ് കമ്പനിയോ അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് രീതിയിലുള്ള പേഴ്സണും ആകാം. അപ്പോൾ ദ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സപ്ലൈ മേ ബി ഗുഡ്സ് ഓൺ സർവീസസ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഇവൻ്റ് ആയിരിക്കണം, ഓർ ഇറ്റ് മേ ബി ഫോർ കൺസിഡറേഷൻ ആയിരിക്കണം, മെയ്ഡ് ബൈ എ പേഴ്സൺ ഓർ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സപ്ലൈ മസ്റ്റ് ബി ഡൺ ഇൻ കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഇടയിലായിരിക്കണം സപ്ലൈ നടത്തിയിരിക്കേണ്ടത്. ഇപ്പോൾ ബിസിനസ് ഇല്ല, രജിസ്റ്റേർഡ് അല്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനല്ലാത്ത ആൾ വർഷത്തിലൊരിക്കലും ഒരു സപ്ലൈ നടത്തണമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കലോ നടത്തണുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. ഇറ്റ് ഈസ് ഡൺ ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് സപ്ലൈ. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ കൺസിഡറേഷൻ ഓർ ഇൻ ദി കോഴ്സ് ഓഫ് നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ബിസിനസ്, furtherness of business is treated as supply. So and if the supply is made without consideration, that we cannot pay any amount on behalf of the supply, there are schedule 1 activities. In case of schedule 1 activities, certain supply is considered as supply if it is not in consideration, not made without consideration. ചില കേസിൽ സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ഷെഡ്യൂൾ 1 പ്രകാരമുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ടും 4 ആക്ടിവിറ്റീസാണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് permanent transfer or disposal of business asset where input tax credit have been availed on such asset. ആ ട്രാൻസ്ഫറിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, പെർമനൻറ്റ് ട്രാൻസ്ഫർ ആണ്, അത് പെർമനൻ്റ്ലി ആസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. And the second one is supply of goods or services or both between related person or between distinct person. റിലേറ്റഡ് പേഴ്സണുമായിട്ടുള്ള ട്രാൻസ്ഫർ ആകാം, അല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സണുമായിട്ടുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ എന്താണ് റിലേറ്റഡ് പേഴ്സൺ? റിലേറ്റഡ് പേഴ്സൺ മീൻ ദ ഓഫീസർ ഓർ ഡയറക്ടർ ഓഫ് വൺ ബിസിനസ് ആകാം, ലീഗലി റിക്കഗ്നൈസ്ഡ് പേഴ്സൺ ആകാം, എംപ്ലോയർ, ആ കമ്പനീൻ്റെ എംപ്ലോയർ ഓർ എംപ്ലോയി ആകാം, പേഴ്സൺ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഓൺ ചെയ്തതിലും വോട്ടിംഗ് റൈറ്റ് ഉള്ള പേഴ്സൺ ആകാം, കൺട്രോൾ ചെയ്യുന്നത്, ഫേമിനെ കൺട്രോൾ ചെയ്യുന്ന ആളാകാം, അല്ലെങ്കിൽ ആ സെയിം മെമ്പർ ഓഫ് സെയിം ഫാമിലി ആകാം. ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ റിലേറ്റഡ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ദേ ആർ മെയിൻലി റിലേറ്റഡ് വിത്ത് ദ ബിസിനസ്, ഓർ ദേ ഹാവ് കൺട്രോളിംഗ് പവർ, ഓർ ദേ ഹാവ് വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ദ business. And a distinct person means the person who has obtained or required to obtain more than one registration. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടാകും,
ഒന്നില്ലെങ്കിൽ വൺ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആവില്ല, ബോത്ത് വൺ മോർ ദാൻ വൺ സ്റ്റേറ്റ് ആകാം, മോർ ദാൻ യൂണിയൻ ടെറിട്ടറി ആകാം. അതായത് രജിസ്ട്രേഷൻ ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. And the next one is activities considered as non-supplies. that non-supply, സപ്ലൈ അല്ലാത്ത ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. 9 ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്ലൈ അല്ല എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ നോൺ സപ്ലൈ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് സർവീസസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയർ ടു എംപ്ലോയി ഉള്ളത് സപ്ലൈ അല്ല. സർവീസ് ബൈ കോർട്ട് ഓർ ട്രിബ്യൂണലിന് കൊടുക്കുന്നതല്ല. സപ്ലൈ ബൈ എനി മെമ്പർ ഓഫ് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അവർ തമ്മിലുള്ള അവരുടെ ഫങ്ഷൻസ് സപ്ലൈ ആയിരിക്കില്ല. ദെൻ ഫ്യൂണറൽ, ബറിയൽ, ക്രിമിറ്റോറിയം, നമ്മൾ എന്താ ശവം കത്തിക്കുന്ന സ്ഥലമല്ലേ ക്രിമിറ്റോറിയം, മോർച്ചറി, പിന്നെ മരിച്ച ആളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതൊന്നും നമ്മൾ അതിന് വരുന്ന ചിലവുകൾ സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. സെയിൽ ഓഫ് ലാൻഡ് ഈസ് നോട്ട് സപ്ലൈ. ഓപ്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ്, അതൊന്നും സപ്ലൈ അല്ല. സപ്ലൈ ഗുഡ്സ് ഫ്രം വൺ ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് എൻ്ററിങ് ഇന്ത്യ. ഗുഡ്സ് ഫ്രം ആൻഡ് ടു ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, പക്ഷേ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാതെ തന്നെ എന്ത് ചെയ്യുക, വിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വരില്ല. കസ്റ്റം ബോണ്ടഡ് വെയർ ഹൗസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വരില്ല. സർവീസസ് ഇൻ റിലേഷൻ ടു പഞ്ചായത്ത്, ദാറ്റ് ഈസ് ദീസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് സപ്ലൈ. അപ്പോൾ today's classes we deals with the scope of supply and non-supplies. The scope of supply വരുന്നത് there are 7 scope. The first one is supply may be goods or services. The goods means any movable property other than money and security, and the services means any transaction other than goods, money and security. Supply may be present and future ഉണ്ടായിരിക്കണം, agreed to be made and with a consideration, and it is made by a person or a natural person. Supply must be done in the course of furtherance of business. Supply include import of services for consideration. സപ്ലൈ അല്ലാത്തത് ഇപ്പോൾ സപ്ലൈസ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ചില ആക്ടിവിറ്റീസിനെ നമ്മൾ സപ്ലൈ ആയിട്ട് കണക്കാക്കും. ആക്ടിവിറ്റീസാണ് പെർമനൻറ്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റാണ്. ദാറ്റ് ദർ ആർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ടാകും. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബിറ്റ്വീൻ റിലേറ്റഡ് പാർട്ടി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. അതിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ദേ ആർ റിലേറ്റഡ് ടു ബിസിനസ്. ഓഫീസേഴ്സ് ആകാം, അതിൻ്റെ ഡയറക്ടർ ആകാം, എംപ്ലോയർ ആകാം, എംപ്ലോയി ആകാം, കൺട്രോളിങ് പവർ ഉള്ള ആളാകാം, മെമ്പർ ഓഫ് ദ ഫാമിലി ആകാം, വാട്ട് എവർ ദേ ആർ റിലേറ്റഡ് ടു ദ ബിസിനസ് ആണെങ്കിൽ അയാളെ റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയും. ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ മീൻ ദേ ഹാവ് ഒബ്റ്റൈൻഡ് മോർ ദാൻ രജിസ്ട്രേഷൻ ഇൻ മോർ ദാൻ വൺ രജിസ്ട്രേഷൻ ഉണ്ടാകും. അതൊന്നില്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാകാം, ഡിഫറെൻറ്റ് യൂണിയൻ ടെറിട്ടറിയിലാകാം, മോർ ദാൻ വൺ സ്റ്റേറ്റ് ആകാം, ബിറ്റ്വീൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വട്ട് എവർ മോർ ദാൻ വൺ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നോൺ സപ്ലൈസ്. നോൺ സപ്ലൈസ് എന്താണ്? ബിസിനസ്, എംപ്ലോയർ ടു എംപ്ലോയി ട്രാൻസാക്ഷൻ, കോർട്ടോ ട്രൈബ്യൂണലുമായി വരുന്ന സപ്ലൈ, മരണം അല്ലേ, ഫ്യൂണറൽ, ബറിയൽ, ക്രിമിറ്റോറിയം, മോർച്ചറി, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ, ഇതൊക്കെ വരാം. മെമ്പർ ഓഫ് പാർലമെൻറ്റ് ബിറ്റ്വീൻ സപ്ലൈ, ഫങ്ഷൻ ഓഫ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റി, പഞ്ചായത്തുമായിട്ടുള്ളത്, ഓപ്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി വരും. ടെറിട്ടറി വിത്തൗട്ട് എൻ്ററിങ് ഇൻ ടു ഇന്ത്യ, ടെറിട്ടറിയൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിലൊക്കെ എന്താ പറയുക, നോൺ സപ്ലൈസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്.